അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. സാധാരണ ഞാൻ അധികം വരാറുള്ളത് റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല, ഞങ്ങളുടെ ഹോളിഡേ ഔട്ടിംഗ് ആണ്. ഇന്നത്തെ ഔട്ടിംഗ് അൽ റഹ്ബ ഫാമിലോട്ടാണ്. ഈ അൽ റഹ്ബ ഏരിയ ഒരു ഫാം ഏരിയയാണ്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് ഫാമുകളും അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബും എല്ലാം ഉള്ള ഏരിയയാണ് അബുദാബിയിലെ അൽ റഹ്ബ. അതുപോലെ തന്നെ ഈ അൽ റഹ്ബയിൽ നിന്ന് നമുക്ക് ഓർഗാനിക് വെജിറ്റബിൾസ്, ചിക്കൻ, എഗ്സ് ഇവയെല്ലാം കിട്ടും. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടും. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ വെജിറ്റബിൾസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ റഹ്ബയിലെ ഫാംസിന്റെ എല്ലാം പ്രത്യേകത, അവര് ഫാം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ ഫാം സ്റ്റേ കിട്ടും. ഫാം സ്റ്റേ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല ബിസി ആയിട്ടുള്ള ഓഫീസ് ഡേകളും ഫ്ലാറ്റും മാളുമായിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും ഒരു ചേഞ്ച്, അതായത് നമ്മുടെ നാട്ടിലേതുപോലെയുള്ള നല്ല പച്ചപ്പോട് കൂടിയ ഒരു സ്ഥലത്തോട്ടൊരു വിസിറ്റ്, ഒരു ദിവസം താമസിച്ച് അതെല്ലാം ആസ്വദിക്കുക. അതെല്ലാം വിചാരിച്ചാണ് ഞങ്ങൾ അൽറബിലോട്ട് പോയത്. പക്ഷെ റൂം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് വേറൊരു ദിവസത്തോട്ട് മാറ്റിവെച്ചു. ഈ ചൂടിൽ പോലും റൂം ഒന്നും ഒഴിവില്ല, അത്രയ്ക്കും ആവശ്യക്കാരാണ് ഫാം സ്റ്റേക്കുള്ളത്. അപ്പോൾ നല്ല തണുപ്പ് കാലം കൂടെ വന്നാൽ തീരെ റൂം കിട്ടില്ല, അത്രയും ബിസി ആയിരിക്കും. എന്നാലും അവിടെ കണ്ട നല്ല നല്ല മൊമെന്റ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഇതിന്റെ കൂടെ അടുത്ത വീക്കിലോട്ടുള്ള ഷോപ്പിംഗ് ഉണ്ട്. ഒരു ചെറിയ ഷോപ്പിംഗ് ആണ്. എന്തായാലും തണുപ്പ് കാലത്ത് പോയി ഓർഗാനിക് ഫാം എല്ലാം കാണണം. അതുപോലെ ഒരു ദിവസം ഫാം സ്റ്റേയും. ഇനി നമുക്ക് വീഡിയോ കണ്ടാലോ? അൽ റഹബ ഫാംസിനെ പറ്റി കേട്ടപ്പോൾ ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്യാണ് ചെയ്തത്. കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പല പല ഫാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറെ സൈറ്റ്സ് ഉണ്ട്. ഓർഗാനിക് ഫാമിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയില്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയയിലാണ് പോകുന്നത്. ചൂടായതുകൊണ്ട് തന്നെ ഈവനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഫില്ലിംഗ് സ്റ്റേഷനിൽ കയറണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പൊ അബുദാബിയിലെല്ലാം സെൽഫ് സർവീസ് ആണ്, നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. പ്രീമിയം സർവീസും ഉണ്ട്, അതിന് പേ ചെയ്യണം. കഴിഞ്ഞു, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദൂരെ കാണുന്നത് ഇവിടെ അടുത്തുള്ള ഒരു പാലസ് ആണ്. അതിന്റെ മതിലുകളിലാണ് കാണുന്നത്. പാലസ് ഒന്നുകൂടെ ഉള്ളിലോട്ടാണ്. ഇത് 3-4 റോ ആയിട്ട് ഈന്തപ്പന വെച്ചിരിക്കുകയാണ്. 1-2 കിലോമീറ്ററോളം ഉണ്ട് ഇത്. ഈ ഈന്തപ്പഴം ഒന്നും കവർ ചെയ്തിട്ടില്ല, ആർക്ക് വേണമെങ്കിലും പറിക്കാം. കവർ ചെയ്ത് വെച്ചതാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. കണ്ടോ, അവിടെ കാറ് നിർത്തിയിരിക്കുന്നത് ഈന്തപ്പഴം പറിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. റെസിഡൻഷ്യൽ ഏരിയയാണിത്. കുറെ വില്ലകളൊക്കെ ഉണ്ട്. നിറയെ കാഴ്ച നിൽക്കുന്ന ഈന്തപ്പനകളാണ്. ലൊക്കേഷൻ തെറ്റി എവിടെയോ എത്തി. പോകാൻ ഉദ്ദേശിച്ച ഫാമിലല്ല എത്തിയത്. എന്തായാലും റൂട്ട് റെഡി ആകുമ്പോഴേക്കും നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. കാഴ്ച നിൽക്കുന്ന നാരങ്ങയാണിത്. ഈന്തപ്പനയും കുറെ ചെടികളൊക്കെ ഉണ്ട്. നല്ല ഗ്രീനിഷ് ആണ്. ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടിട്ടുണ്ട്.
പോകുന്ന വഴിക്ക് കണ്ട ഒരു ഹോഴ്സ് ക്ലബ്ബാണിത്. ഇവിടെ അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും വരില്ല. മൊബൈല് ചാർജ് തീർന്നപ്പോ ചാർജ് ചെയ്യാൻ കയറിയതാ. ഇവിടെ നല്ല ഭംഗിയുള്ള കുതിരകളുണ്ട്. ചൂടാണ്, അതുകൊണ്ട് കുതിരക്കൊക്കെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുതിരക്കുട്ടിയാണ്. ഈന്തപ്പനയെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ചുവന്ന ഈന്തപ്പഴാണിത്. മാഷാഅല്ലാ, നല്ല ഭംഗിയില്ലേ കാണാൻ. പഴുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല ചൂട് വരുമ്പോഴാണ് ഈന്തപ്പഴം എല്ലാം പഴുക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പഴുത്ത ഈന്തപ്പഴത്തിൽ ടേസ്റ്റ് കൂടുതലുള്ള മഞ്ഞയാണ്. കുതിരയ്ക്ക് ഒരു പ്രശ്നമല്ല, നല്ല ഇണക്കുണ്ട്. ഒരുപാട് ലേറ്റ് ആയ ഫാമിലൊന്നും കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഫാമിലോട്ട് പോവാം. ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. ഈ ഏരിയ കണ്ട ഒരിക്കലും ഒരു ഗൾഫ് കൺട്രി ആണെന്ന് തോന്നില്ല. അത്ര ഡെവലപ്ഡ് ഒന്നും അല്ലാത്ത ഒരു ഏരിയയാണ്. കുറച്ച് ഉൾഭാഗത്തോട്ടാണ്. പിന്നെ അബുദാബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കുഗ്രാമത്തിലാണെങ്കിലും നല്ല റോഡായിരിക്കും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അൽ റഹ്ബ എന്റർടൈൻമെന്റ് സ്പോർട്സ് ക്ലബ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. കുറെ വിസിറ്റേഴ്സ് ഉണ്ട്. ട്രഡീഷണൽ രീതിയിലാണ് ഈ ക്ലബ്ബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഓർഗാനിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണിത്. ഇപ്പൊ ഇവിടെ കുറച്ച് ഈന്തപ്പഴം ഇരിക്കുന്നുണ്ട്, അതുപോലെ മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസ്, മുട്ട, മീറ്റ്, അതെല്ലാം ഇവിടെ കിട്ടും. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം 100% ഓർഗാനിക് ആണ്. പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാം. ഒരു സ്റ്റേജ്, അതിന് ചുറ്റും ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു 1 day സ്റ്റേക്ക് വേണ്ടിയാണ്. പക്ഷെ റൂംസ് ഒന്നും അവൈലബിൾ അല്ല. എല്ലാം എൻഗേജ്ഡ് ആണ്, ഒന്നും കാണാൻ പറ്റിയില്ല. മജ്‌ലിസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ അടുത്ത് തന്നെയായിട്ട് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ക്ലോസ്ഡ് സ്വിമ്മിംഗ് പൂളാണ്. ലേഡീസിനെല്ലാം നല്ല പ്രൈവസി ഒക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതാണ് എനിക്ക് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയി തോന്നിയത്. കോൺഫറൻസ് റൂമാണ്. ഇവിടുത്തെ റെസ്റ്റോറന്റ് ആണിത്. പാർട്ടി എല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡെല്ലാം നേരത്തെ ബുക്ക് ചെയ്യാം. ഇനി ഫാമിലി നല്ല ഭംഗിയുള്ള ചില കാഴ്ചകൾ കൂടെ കാണാം. നാട്ടിലത്തെ പോലെ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. യുഎഇയിൽ ഇപ്പോൾ പൊതുവെ നല്ല ചൂടാണ്, എന്നാൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ്. മുരിങ്ങയ്ക്കെല്ലാം നിൽക്കുന്നുണ്ട്. പപ്പായയുടെ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ടയറിൽ നട്ടു വളർത്തിയിരിക്കുകയാണ്.
റൂം ഏതായാലും കിട്ടിയില്ലെങ്കിലും ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടു. കുറെ ലേറ്റായി. ഇനി അൽ റഹബേന്ന് തിരിക്കാണ്. ഇവിടെ ഈ ഒരു ഫാം മാത്രമല്ല, കുറെ ഫാംസ് ഉണ്ട്. അവരെല്ലാം ഇങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനിയൊരു ലീവ് കിട്ടുകയാണെങ്കിൽ നൈറ്റ് സ്റ്റേ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വലതു ഭാഗത്തുള്ളത് ഒന്നുകൂടെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഫാമാണ്. ഈ ഫാമിൽ ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് വന്നിട്ടുണ്ട്. നൈറ്റിലാണ് വന്നിട്ടുള്ളത്. പുറത്തുള്ളവർക്ക് കാണാനൊന്നും പറ്റില്ല. ഒരു പരിചയക്കാരനുള്ളത് കൊണ്ട് കണ്ടതാണ്. ഇത് ഒരു എമിറാത്തിയുടെ ഫാമാണ്. ആ ഫാമിന്റെ അകത്ത് ഒരു അടിപൊളി വില്ലയുണ്ട്. നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വില്ലയാണ്. എമിറാത്തികൾക്ക് മന്ത്ലി 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അവരവിടെ. ഇതിനകത്ത് വലിയ ആടിന്റെ ഫാം ഉണ്ട്. അതുപോലെ കുറച്ച് ഒട്ടകമൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങയൊക്കെ കുറേ മാങ്ങയൊക്കെ ഉണ്ട്. ചെറിയൊരു പർച്ചേസ് കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, അടുത്ത ആഴ്ചക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് എടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരുടെ കല്യാണ വീടാണിത്. നല്ല ലൈറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ഫിഷും എഗ്ഗും മീറ്റും എല്ലാം വാങ്ങിച്ചു വെച്ചതുണ്ട്. ഇനിയൊരു റൈസാണ് വേണ്ടത്. എനിക്ക് പ്രത്യേക ഒരു ബ്രാൻഡ് റൈസ് ഒന്നുമില്ല. ചിലപ്പോൾ മട്ട യൂസ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് റൈസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബിരിയാണി റൈസ് ആയിരിക്കും. ചിലപ്പോൾ കുറുവ യൂസ് ചെയ്യും. 200 ml ഒരു നെയ്യിന്റെ പാക്കറ്റ് കൂടെ എടുക്കുന്നുണ്ട്. മിൽമ 6 kg ആണ് എടുക്കാറ്. മിൽമയുടെ അത് കാണുന്നില്ല. ബ്രോസ്റ്റിന്റെ ഒരു കോംബോ കിട്ടും. സ്ഥിരമൊന്നും കഴിക്കാൻ പറ്റില്ല, എപ്പോഴേലൊക്കെ ഒന്ന് കഴിക്കാം. ഈ കോംബോയിൽ 2 ബൺ, പിന്നെ 4 ബ്രോസ്റ്റഡ് ചിക്കൻ പീസ്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, ഗാർലിക് പേസ്റ്റ്, ഇത്രയും ഉണ്ടാവും. അത്യാവശ്യം കഴിക്കാൻ ഇതൊക്കെ മതി. അതും കുറഞ്ഞ അടുക്കി കിട്ടും. ഇത് നമ്മൾ KFC എന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന്റെ ഡബിളും ട്രിപ്പിളും കൊടുക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് കഴിക്കാം. എന്തായാലും ഏറ്റവും നല്ലത് ഹോം മെയ്ഡ് ഹെൽത്തി ഫുഡ് തന്നെയാണ്. നമ്മുടെ കുഴക്കട്ടയൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട്. എവിടെ കയറാണെങ്കിലും ഞാൻ എടുക്കുന്നതാണ് ലെബനം. എൻ്റെ ഫേവറേറ്റ് ആണ്. ലെബനപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് ആയിരിക്കില്ല, അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും, പിന്നെ മോര് കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇന്നത്തെ പർച്ചേസും തീർന്നു. ഇനി റൂം പോവുക, ഫുഡ് കഴിക്കുക, വേഗം ഉറങ്ങുക. നാളെ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി വൈകിയ വേളയിൽ ഒരു യാത്ര പറച്ചിലൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും അടിപൊളി വീഡിയോസുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.